إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ മാസത്തിലും നമ്മൾ നടത്തി വരാറുള്ള ഒരു പഠന തസ്കിയത്ത് ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ പഠന ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിനെ നാം അറിയേണ്ടത് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് എന്നും ശൂന്യതയിൽ നിന്നുണ്ടായതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായ പ്രവാചകൻ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഖുർആനിൽ ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ആഴക്കടലുകളെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് വളരെ സുന്ദരമായി ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ, പുറത്തു വന്നിട്ടുള്ള മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ, പിന്നീട് മനുഷ്യന്റെ ജീവിതയാത്രകൾ,
എല്ലാം നമ്മൾ ഖുർആൻ ഓതി വിശദീകരിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നും അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നുമാണ് നമ്മളെ മനസ്സിലാക്കി വന്നത്. ഇന്നൊരൽപ്പം സമയം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായ മലക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു വിഭാഗമാണ് മലക്കുകൾ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചത് അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വ ശർ. ഈമാൻ കാര്യങ്ങൾ നിർബന്ധമായും പരലോക വിജയം ആഗ്രഹിക്കുന്നവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം മലക്കുകളിലുള്ള വിശ്വാസമാണ്. സ്വഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന സ്ഥലത്തും വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം 285-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. ഇവരെല്ലാവരും തന്നെ അല്ലാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസം പഠിപ്പിക്കുന്നിടത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലുള്ള വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ മുഴുവൻ പരലോകത്തിൽ വിശ്വസിക്കണം, മലക്കുകളിലും വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം, അതുപോലെ തന്നെ കഴിഞ്ഞുപോയ നബിമാരിലും അവർ വിശ്വസിക്കണം എന്നതാണ് സൂറത്ത് ബഖറയിലെ 177-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആരെങ്കിലും നിഷേധിച്ചാൽ, മലക്കുകളെ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗമില്ല എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, പരിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചത് ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. ആരാണോ അല്ലാഹുവിനെയും മലക്കുകളെയും വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അതുപോലെ തന്നെ പരലോകത്തെയും ആരാണോ നിഷേധിക്കുന്നത്, വമൻ യക്ഫുർ ആരാണോ കളവാക്കുന്നത്, തീർച്ചയായിട്ടും ഫഖദ് ضل ضلالا بعيدا. അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു, അവൻ പിഴച്ചവനാണ്, വഴികേടിലാണ്, അവൻ കുഫറിലാണ്, കാഫിറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നിർബന്ധമായിട്ടും മലക്കുകളിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കൽ മാത്രമല്ല പുണ്യമുള്ളത്, അതിൽ മാത്രമല്ല നന്മയുള്ളത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അതുപോലെ തന്നെ അല്ലാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസമാണ്. മലക്കുകളിലുള്ള വിശ്വാസം എന്നുള്ളത് ഗൈബിയായ വിശ്വാസമാണ്. പ്രാരംഭാധ്യായം
സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തഖിയുടെ ജീവിതം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആൻ മുത്തഖിയാകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഹുദയാണ്, നൂറാണ്, വെളിച്ചമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ഒരു മുത്തഖി വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അവന്റെ ഒന്നാമത്തെ അടയാളം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. ഗൈബിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ലോകത്ത് ഏത് സംവിധാനങ്ങളുണ്ടെങ്കിലും എന്ത് ഉപകരണങ്ങളുണ്ടെങ്കിലും ഒരു സംവിധാനങ്ങൾ കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ട് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ നിർബന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഗൈബിയായ വിശ്വാസങ്ങളാണ്. ആ ഗൈബിയായ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മലക്കുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസമാണ്. അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. ഖാലത്ത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖുലിഖത്തിൽ മലായികതു മിൻ നൂരി, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പടച്ചിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്, നൂറിൽ നിന്നാണ്. വഖുലിഖൽ ജാനു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന ശരീരത്തിൽ നിന്നാണ്, കത്തിജ്വലിക്കുന്ന തീയിൽ നിന്നാണ് ജിന്നുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. വഖുലിഖൽ ആദമു മിമ്മാ വുസിഫ ലക്കും, അതുപോലെ തന്നെ ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നുമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2996 ഹദീസാണ്. മലക്കുകൾക്ക് ശരീരമുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലല്ല. അവർക്ക് അവരുടേതായ രൂപമുണ്ട്. അത് നൂറായതുകൊണ്ട് ഒരിക്കലും നമുക്ക് കാണാനാവുകയില്ല. എന്നാൽ നമ്മളെപ്പോലെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെയല്ല. നമ്മളെപ്പോലെയുള്ള ശരീരമല്ല, നമ്മളെപ്പോലെയുള്ള രൂപമല്ല. അവർക്ക് ചിറകുകളുണ്ട് എന്ന് കൃത്യമായി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചിറകുകളുള്ളവരുണ്ട്, 2 ചിറകുകളുള്ളവരുണ്ട്, 3 ചിറകുകളുള്ളവരുണ്ട്. അതുപോലെ ഓരോ മലക്കിന്റെയും പദവികൾ അധികരിക്കുന്നതിനനുസരിച്ച് അവരുടെ ചിറകിന്റെ എണ്ണം അധികരിച്ചു വരുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ജീവിതത്തിൽ 2 തവണയാണ് ഹബീബ് കണ്ടിട്ടുള്ളത്. 2 തവണയാണ്. ഒന്ന് ജബലന്നൂറിൽ വെച്ച്, ജബലന്നൂറിന്റെ മുകളിൽ നമുക്കറിയാം ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് ഒന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ശരിയായ രൂപത്തിൽ 600 ചിറകുകളുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ രണ്ടാമത് കണ്ടത് വലഖദ് റആഹു നസലതൻ നുഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. മിഅ്റാജിന്റെ വേളയിലാണ് രണ്ടാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. മിഅ്റാജ് പോയപ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഇൻദ സിദ്റത്തിൽ മുൻതഹാ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചാണ് രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് ശരിയായ രൂപത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെപ്പോലെയുള്ള രൂപമല്ല. എന്നാൽ അവർ മനുഷ്യരെ പോലെ ഒരു കാര്യത്തിലുമില്ല. അവർ ആഹാരം കഴിക്കില്ല, അവർക്ക് ഉറക്കമില്ല, അവർക്ക് ക്ഷീണമില്ല, അവർക്ക് ഉറക്കമില്ല, തളർച്ചയില്ല. എപ്പോഴും സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും
വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ കാത്തുരക്ഷിച്ചോ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിച്ചോ. നരകത്തിന്റെ ചൂടും നരകത്തിന്റെ ശിക്ഷയും നമുക്ക് താങ്ങാൻ കഴിയില്ല, അതിഭയാനകരമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ അനുഭവിക്കുന്ന ഏത് ചൂടിന്റെയും 69 ഇരട്ടി ചൂടാണ് നാളെ നരകത്തിന്റെ ചൂട് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടുത്തെ പാനീയങ്ങൾ ഒന്നും നമുക്ക് സഹിക്കാൻ കഴിയില്ല, അതിനപ്പുറമാണ് അവിടുത്തെ ഓരോ അവസ്ഥകൾ. അതുപോലെ തന്നെ നമ്മുടെ തൊലി, ആ തൊലി നരകത്തിന്റെ തീയിൽ വെന്തുരുകുമ്പോൾ പുതിയ തൊലികൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ ഇരട്ടി ഇരട്ടിയായി നൽകിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതിഭയാനകരമാണ് നരകത്തിന്റെ ശിക്ഷ എന്നുള്ളത്, നരകത്തിന്റെ ചൂട് എന്നുള്ളത്. അതുകൊണ്ട് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ആ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ കാത്തുരക്ഷിച്ചോ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, നരകത്തിന് കാവൽക്കാരുണ്ട്. ആ നരകത്തിന്റെ കാവൽക്കാര് 19 എണ്ണമാണ്. അലൈഹാ 19 മലക്കുകളാണ് നരകത്തിന് കാവൽക്കാരായിട്ടുള്ളത്. എന്താണ് ഈ 19 മലക്കുകളുടെ ഡ്യൂട്ടി? സൂറത്ത് സജദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുൻ നാർ കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദൂ ഫീഹാ വഖീല ലഹും ദൂഖൂ അദാബൻ നാരില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. നരകത്തിലെ ശിക്ഷ താങ്ങാൻ കഴിയാതെ, നരകത്തിലെ ചൂട് താങ്ങാൻ കഴിയാതെ നരകവാസികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നരകത്തിലേക്ക് തള്ളിവിടലാണ് ഈ നരകത്തിന്റെ കാവൽക്കാരുടെ ഡ്യൂട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹരീമിലെ ആയത്ത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നരകത്തിന് കാവൽക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാവൽക്കാരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ ഒരു മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അവർ പ്രവർത്തിക്കൂ. ഒരിക്കലും അല്ലാഹുവിനോട് അവർ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലെ, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് പിന്നെ ഒരിക്കലും ഒരു അനുസരണക്കേട് പോലും കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പാപങ്ങളില്ല, മലക്കുകളിൽ പാപങ്ങളില്ല. അവരെല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കും. മലക്കുകൾ അനുസരണക്കേട് കാണിച്ചു എന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് പാപങ്ങൾ സംഭവിക്കുക. മലക്കുകൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കുകയില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്നവരില്ല. നമ്മളിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുണ്ട്, അല്ലെ? മനുഷ്യരിൽ അങ്ങനെയുണ്ട്. സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്നവരുണ്ട്. സ്വന്തം ഇച്ഛകൾ, തനിക്ക് തോന്നിയതെന്തോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ മലക്കുകളുടെ കൂട്ടത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരില്ല. അവർ അല്ലാഹുവിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നത് കൊണ്ട് അവരിൽ പാപികളില്ല, പാപം ചെയ്യുന്നവരില്ല. അവരിൽ ലിംഗവ്യത്യാസമില്ല, പുരുഷന്മാരെന്ന വ്യത്യാസമില്ല, സ്ത്രീകളെന്ന വ്യത്യാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊണില്ല, ഉറക്കമില്ല. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന വിഭാഗം, അത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മലക്കുകൾ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അവരുടെ എണ്ണം എത്രയാ ലോകത്തൊരാൾക്കും അറിയില്ല. അതിന്റെ പരിധി എത്രയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. സൂറത്ത് മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ പട്ടാളം, അല്ലാഹുവിന്റെ സൈന്യം, ആ സൈന്യത്തിന്റെ എണ്ണം അത് എത്രയാണ് അത് ലോകത്തൊരാൾക്കും അറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു.
അള്ളാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പഠിപ്പിച്ചത് അതല്ലാതെ വേറൊരാൾക്കും ഒന്നും അറിയില്ല. എത്രയാണ് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. സൂറത്തുൻ നഹലിലെ 49-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വലില്ലാഹി അല്ലാഹുവിനുണ്ട് യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർള് മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞുകൊണ്ട്, ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞുകൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന മലക്കുകൾ, അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്ന മലക്കുകൾ, അതുപോലെ തന്നെ ജീവജാലങ്ങൾ ആകാശത്തിലും ഭൂമിയിലും നിറയെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അവർ ഒരിക്കലും അഹങ്കരിക്കാറില്ല. ആകാശം നിറയെ, ഭൂമി നിറയെ അല്ലാഹുവിനെ ആരാധിക്കുന്നവർ, സുജൂദ് ചെയ്യുന്നവർ മലക്കുകളുമുണ്ട്, ജീവജാലങ്ങളിലുമുണ്ട്. അവർ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഇവിടെ എണ്ണം എത്രയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ സൂറത്ത് ഗാഫിറിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അല്ലാഹുവിന്റെ അർശ് ആകാശത്തിനപ്പുറമാണ്, 7 ആകാശങ്ങൾക്കപ്പുറമാണ്. ആ അർശ് ചുമക്കുന്ന, ആ അർശ് തോളിൽ വെക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അവർ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അർശ് ചുമക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനു ചുറ്റും ഒരുപാട് മലക്കുകളുണ്ട്. എത്രയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. അവർ ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ കഅബക്ക് സമാനമായ ഒരു ഭവനം. മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി കഅബയുള്ളതുപോലെ മലക്കുകൾക്ക് വേണ്ടി ബൈത്തുൽ മഅമൂർ ഉണ്ട്. ആ ബൈത്തുൽ മഅമൂറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഫറുഫിഅ ലിൽ ബൈത്തുൽ മഅമൂർ ഫസഅൽതു ജിബ്രീൽ ഫഖാല ഹാദൽ ബൈത്തുൽ മഅമൂർ. മിഅ്റാജിന്റെ വേളയിലാണ്, മിഅ്റാജിന്റെ വേളയിൽ ഇസ്രാ മിഅ്റാജ് പോയ സമയത്ത് ഇദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈത്തുൽ മഅമൂർ കാണിക്കപ്പെട്ടു. ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70000, 70000 മലക്കുകൾ ഒരു ദിവസം ഈ ബൈത്തുൽ മഅമൂറിൽ നമസ്കരിക്കുന്നുണ്ട്. 70000 മലക്കുകൾ ഒരു ദിവസം ഈ ബൈത്തുൽ മഅമൂറിൽ നമസ്കരിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു മലക്ക് പ്രവേശിച്ച് നമസ്കരിച്ചാൽ രണ്ടാമത് ആ മലക്ക് പ്രവേശിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അവ എത്രയാ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ല, എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല, ഖുർആനില്ല, ഹദീസിലില്ല. ഒരു ദിവസം 70000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിൽ നമസ്കരിച്ചാൽ പിന്നീട് ആ ഒരു രണ്ടാമതൊരു പ്രാവശ്യം ഒരു മലക്ക് രണ്ടാമതൊരു തവണ ആ ബൈത്തുൽ മഅമൂറിൽ നമസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ മലക്കുകളുടെ എണ്ണം എത്രയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നാളെ നരകം വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ. 70000 ചങ്ങലകളിൽ മുറുക്കി കെട്ടിക്കൊണ്ടാണ് നരകം വലിച്ചു കൊണ്ടുവരിക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു വരികയാണ്, വിചാരണയ്ക്ക് വേണ്ടി മലക്കുകൾ വരികയാണ്, അണിയണിയായി സഫ് സഫായിട്ടാണ് വരുന്നത്. അങ്ങനെ ആ സമയത്ത് നരകത്തെയും വലിച്ചു കൊണ്ടുവരികയാണ്. 70000 ചങ്ങലകളിൽ മുറുക്കി കെട്ടിക്കൊണ്ടാണ് നാളെ നരകത്തെ കൊണ്ടുവരുന്നത്. ഓരോ ചങ്ങലകളിലും 70000 മലക്കുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, ഇന്നി അറാ മാ ലാ തറൗനു, ഇന്നി അറാ മാ ലാ തറൗൻ വഅസ്മഉ മാ ലാ തസ്മഊൻ
അത്തത്തി السماء وحق لها أن تأتي ما فيها موضع 4 أصابع إلا عليه ملك ساجد. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നുണ്ട്. ആകാശം നിറഞ്ഞ് കുഴയുകയാണ്, ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്, ആകാശം നിറഞ്ഞ് അത് കുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തില് 4 വിരലിന്റെ വ്യത്യാസത്തോളമല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം, 4 വിരലിന്റെ വ്യത്യാസത്തിലല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 4 വിരലിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, എത്ര എണ്ണമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അല്ലാഹു റസൂൽ എന്തോ പറഞ്ഞത് അത് നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡ്യൂട്ടി ഏൽപ്പിക്കുന്നവർ, ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നവർ അവരാണ് മലക്കുകൾ. അതുപോലെ തന്നെ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഏൽപ്പിച്ചിട്ടുള്ള, പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില ചുമതലകളുണ്ട്. മലക്കുകളുടെ പ്രധാനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഞാൻ പറഞ്ഞല്ലോ 600 ചിറകുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളത്. ഓരോ മലക്കിന്റെയും പ്രത്യേകത, അത് മഹത്വം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ചിറകിന്റെ എണ്ണം അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ മലക്കുകളുടെ കൂട്ടത്തിലെ പ്രധാനിയായ മലക്കിന്റെ ഡ്യൂട്ടി എന്താ? ഖുർആൻ പഠിപ്പിച്ച് സൂറത്ത് ശുഅറായിലൂടെ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. വഹി, അല്ലാഹുവിന്റെ സന്ദേശം അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഡ്യൂട്ടി. ഖുർആൻ അല്ലാഹുവിന്റെ ലഹ്വുൽ മഹ്ഫൂദിലായിരുന്നു. തുടക്കം അങ്ങനെയാണ്, ലഹ്വുൽ മഹ്ഫൂദിലാണ് പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നത്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? പേനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചു. അല്ലെ, പേനയാണ് അല്ലാഹു ആദ്യം പടച്ചത്. ലോകത്ത് ഒന്നാമത്തെ സൃഷ്ടി എന്നുള്ളത് പേനയാണ്. പല വിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്. റസൂലുള്ളയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ഒന്നാമത്തെ സൃഷ്ടി എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. അതൊക്കെ അബദ്ധങ്ങളാണ്. അതൊന്നും ശരിയായ വാദങ്ങളല്ല, ശരിയായ വിശ്വാസങ്ങളല്ല, നിലപാടുകളല്ല. അത് നമ്മുടെ നാട്ടിലെ പിന്നെ പുരോഹിതന്മാർ, മാലമൗലൂദുകൾ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളും നിലപാടുകളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ പിൻപറ്റേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത് റസൂൽ, അല്ലാഹു എന്താണോ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് എന്താണോ പഠിപ്പിച്ചത്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്റെ നൂറാണ് ആദ്യമായിട്ട് പടച്ചത് എന്നല്ല, ആദ്യത്തെ സൃഷ്ടി ഞാനാണ് എന്നതല്ല റസൂൽ പഠിപ്പിച്ചത്. മറിച്ച് ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് അല്ലാഹു കലമിനെയാണ്, പേനയാണ്. പേനയെ സൃഷ്ടിച്ചിട്ട് പേനയോട് പറഞ്ഞു, പേനയെ നീ എഴുതണം. പേന അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹ് ഞാൻ എന്താണ് എഴുതേണ്ടത്? എന്റെ തീരുമാനങ്ങൾ നീ എഴുതി വെക്കണം. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹുവാണ് ഇൽമിന്റെ ഉറവിടം. എല്ലാം അറിയും, അല്ലാഹുവിനറിയാത്തതായിട്ടൊന്നുമില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ ഖുർസി എല്ലാ ദിവസങ്ങളിലും പല തവണകളിലായി നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ പ്രഭാതത്തിൽ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ, അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് പിശാചിൽ നിന്നുള്ള രക്ഷാ കവചമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇൽമ് അത് വിശാലമാണ്. അതിന് തുടക്കമില്ല, അവസാനമില്ല. എല്ലാ അറിവിന്റെയും ഉറവിടം അല്ലാഹുവിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അല്ലാഹുവിന്റെ ആ അറിവിനുണ്ടല്ലോ, അതിന് ആദ്യമില്ല, അവസാനമില്ല. എല്ലാം അറിയുന്നവനാണ്,
എല്ലാ കാര്യങ്ങളും കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പേനയോട് അല്ലാഹു പറഞ്ഞു, എന്റെ ഇൽമ നിങ്ങൾ എഴുതി വെക്കണം. നമ്മളത് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അല്ലാഹു പറയാ, എന്റെ ഇൽമ നീ എഴുതി വെക്കണം. അതുകൊണ്ട് ഒരു ഇൽമ നമ്മൾ നേടിയാൽ അത് കൃത്യമായി നമ്മൾ എഴുതണം. ഇന്ന് ക്ലാസ് വിട്ടുപോയാൽ നമ്മൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കണം, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്. അതൊരു നോട്ടിൽ നമ്മൾ കുറിച്ചു വെക്കണം. അത് ഇടക്കിടക്ക് നമ്മൾ വായിച്ചു നോക്കണം. അത് ഖുർആൻ പഠിക്കുകയാണ് എങ്കിൽ പോലും, ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കുകയാണ് എങ്കിൽ പോലും, എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉറക്കുകയാണ്. അല്ലാഹു പേനയോട് പറഞ്ഞു, പേനെ എന്റെ ഇൽമു മുഴുവൻ എഴുതി വെക്കണം. പേന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ എഴുതി വെക്കുകയാണ്. അത് രേഖപ്പെടുത്തിയത് ലഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിലാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നു. അതിൽ തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്, പരിശുദ്ധ ഖുർആനുണ്ട്. എല്ലാം ആ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കണം, ഈ പ്രപഞ്ചത്തിൽ ആകാശം ഉൾപ്പെടെയുള്ള ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കണം, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ലോകത്ത് സംഭവിക്കേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ ലോകത്ത് സംഭവിക്കേണ്ടതില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് മുഴുവൻ ആ ലഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കുകയാണ്. എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലാഹുവിന്റെ ഇൽമാണ്. അല്ലാഹുവിന്റെ ഇൽമ എന്ത് ചെയ്തു? എല്ലാം ലഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചു. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു രേഖപ്പെടുത്തിയത് മുഴുവൻ ലോകത്ത് നടപ്പിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ ലോകത്ത് നടപ്പിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ നാമങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, നിന്റെ സുന്ദരമായ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ്, ആ നാമങ്ങളുടെ പ്രത്യേകത എന്താ? നീ ലോകത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത, ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, ലഹുൽ മഹ്ഫൂദിൽ നീ മറച്ചു വെച്ചിട്ടുള്ള, ലഹുൽ മഹ്ഫൂദിൽ നീ മറച്ചു വെച്ചിട്ടുള്ള സുന്ദരങ്ങളായ നിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. എല്ലാ വിഷയത്തിന്റെ അവസ്ഥകൾ തന്നെയാണ്. വെറും അല്ലാഹുവിന്റെ പേരിന്റെ വിഷയം മാത്രമല്ല, അല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ നടപ്പിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലഹുൽ മഹ്ഫൂദിൽപ്പെട്ട കാര്യമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനിനെ ഒന്നടങ്കം പൂർണ്ണമായി ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. ബൈത്തുൽ ഇസ്സ ഒന്നാം ആകാശത്തിലെ ഭവനമാണ്, ഒന്നാം ആകാശത്തിലുള്ള പള്ളിയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നത്. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അല്പാൽപമായി ആവശ്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. അതാണ് സൂറത്ത് ശുഅറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നസല ബിഹിർ റൂഹുൽ അമീൻ. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് വിശ്വസ്തനായ റൂഹ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. എവിടേക്കാണ് ഇറക്കി കൊടുത്തത്? നേരിട്ട് റസൂലുള്ളാഹിന്റെ ഖൽബിലേക്ക്, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. കാരണം എന്താ? ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കാനുള്ള കാരണം എന്താ?
വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. ഇഖ്റയ മുഹമ്മദ്, മുഹമ്മദേ നീ വായിക്ക് എന്ന് പറയുമ്പോൾ മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, അക്ഷര വിജ്ഞാനമില്ല, ഉമ്മിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഈ ഡ്യൂട്ടിയാണ് എല്ലാ നബിമാർക്കും അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണ് പ്രധാനിയായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളത്. നമുക്കറിയാം, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി റുഇയ അസ്വാലിഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് സ്വപ്ന രൂപത്തിൽ വന്നതും പിന്നീട് നബി സല്ലല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കായി ഹിറാ ഗുഹയിലെത്തിയതുമെല്ലാം വഹീന്റെ തുടക്കമാണ് എന്ന് കൃത്യമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിറാ ഗുഹയിൽ നേരിട്ട് വന്നിട്ട് അള്ളാഹുവിന്റെ വഹി എന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ മലക്ക്, പിന്നെ എത്ര മലക്കുണ്ട് നമുക്കറിയില്ല, ഞാൻ സൂചിപ്പിച്ചു, എത്ര മലക്കുണ്ടെന്നും അറിയില്ല. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച ചില മലക്കുകളെ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ മലക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഡ്യൂട്ടി? മഴ ആവശ്യമുള്ളിടത്തേക്ക് മഴ എത്തിക്കുക, കാർമേഘത്തെ എത്തിക്കുക, അതുപോലെ തന്നെ ഇടിമിന്നൽ കാര്യങ്ങള്, ഈ രൂപത്തിലുള്ള പ്രകൃതി നിയന്ത്രണ ചുമതലയാണ് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി സൂറത്ത് ബഖറയിലൂടെ പഠിപ്പിക്കുന്നു. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാല ഫ ഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ആരാണോ മൻകാന, ആരാണോ അദുവ്വൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശത്രുത കാണിക്കുന്നത്, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളോട് ശത്രുത കാണിക്കുന്നത്, വറുസുലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് ശത്രുത കാണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു രണ്ട് മലക്കുകളുടെ പേരുകൾ എടുത്തു പറയുന്നു, വജിബ്രീല, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. മലക്കുകളെ പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ പ്രത്യേകം എടുത്തു പറയുന്നു. മാത്രമല്ല അടുത്ത മലക്കിന്റെ പേരും എടുത്തു പറഞ്ഞു, വമീകാല, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീലിനോടും മീകായിലിനോടും അമ്പിയാക്കന്മാരോടും സകല മലക്കുകളോടും അല്ലാഹുവിനോടും ആരെല്ലാം ശത്രുത കാണിക്കുന്നുണ്ടോ, ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ശത്രുവാണ്, അവരുടെ എല്ലാം ശത്രുവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദഉ ഫയഖൂൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല വ ഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സ്തുതിക്കും, അല്ലാഹുവിനെ വാഴ്ത്തും. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എളുപ്പം ഉത്തരം കിട്ടും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല വ ഇസ്റാഫീൽ, ഇസ്രാഫീലിന്റെയും മീകായിലിന്റെയും ജിബ്രീലിന്റെയും റബ്ബായ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും പ്രാർത്ഥനകൾ തുടങ്ങാറുണ്ടായിരുന്നത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പോ അടുത്തൊരു മലക്കാണ് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്നുള്ളത് പ്രകൃതി നിയന്ത്രണ ചുമതലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മലക്ക് നമ്മളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ട് സമയത്ത് മാത്രമേ ലോകത്ത് ഡ്യൂട്ടിയുള്ളൂ, രണ്ട് സമയത്ത് മാത്രമേ ഡ്യൂട്ടിയുള്ളൂ. ഒന്നാമത്തെ സമയം ഏതാ? ഒന്നാമത്തെ സമയം ലോകത്തുള്ള സകല വസ്തുക്കളെയും നശിപ്പിക്കാൻ വേണ്ടി സുറന്ന കാഹളത്തിൽ ഊതണം. എല്ലാം നശിപ്പിക്കും, ഈ ലോകം മുഴുവൻ നശിക്കും. ഈ പിന്നെ ആകാശം പൊട്ടി വിളരും, ചന്ദ്രൻ അതെല്ലാം നശിക്കപ്പെടും, സൂര്യനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകും, ഭൂമിയിലുള്ള ജീവജാലങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു.
ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി കിടകിടാ വിറയ്ക്കാൻ തുടങ്ങും. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഇദ്നിൽ മൻഫൂഷ് فأما من ثقلت موازينه فهو في عيشة راضية. ആ മഹാസംഭവം അഥവാ ലോകാവസാനമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന ഭയാനകരമായ അവസ്ഥ. ഭൂമി മനുഷ്യനെയും കൊണ്ട് കിടന്ന് വിറയ്ക്കുകയാണ്. മനുഷ്യനൊരു ഭാഗത്ത് നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥതയോടുകൂടി നടക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു പോയി? ഞാൻ സമാധാനത്തോടുകൂടി നടന്നിരുന്ന, ഓടിയിരുന്ന, ജീവിച്ചിരുന്ന ഭൂമിയാണല്ലോ. ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു? അള്ളാഹു സകല പിന്നെ പർവ്വതങ്ങളെയും മലകളെയും അടിച്ചു നിരപ്പാക്കി ധൂളികളാക്കി മാറ്റിക്കളഞ്ഞു. ഈ ഭൂമി ആടാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച കുന്നുകളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിച്ചു നിരപ്പാക്കിയപ്പോ മനുഷ്യനെയും കൊണ്ട് ഭൂമി ആടിയൊലയുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു പോയി എന്ന് മനുഷ്യൻ ചോദിക്കുന്ന ദിവസം എന്താണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതി. രണ്ടാമത് ഊതും. സൂറന്ന കാഹളത്തിൽ വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതും. ആ സമയത്ത് എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് വരുന്നു. വിചാരണയ്ക്ക് വേണ്ടി എല്ലാവരും ഓടി വരുന്നു. ഫൈദാ ജാഅതിസ് സാഖ يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നു. എല്ലാ ബന്ധങ്ങളും അകന്നകന്നു പോകുന്നു. എല്ലാ ബന്ധങ്ങളും എല്ലാവരും ഉപേക്ഷിക്കുന്നു. ഉമ്മയെ വേണ്ട, വാപ്പയെ വേണ്ട, ഇണയെ വേണ്ട, മക്കളെ വേണ്ട, കൂട്ടുകാരനെ വേണ്ട. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വേണ്ട, ആരെയും പരിഗണിക്കുന്നില്ല. ആ ഘോരമായ ശബ്ദമെത്തിയാൽ സ്വന്തം കാര്യം നോക്കി മാത്രം എല്ലാവരും നടക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ഓടുന്ന സാഹചര്യമാണ്. അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് എല്ലാവരും ഓടുന്ന സാഹചര്യമാണ്. എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഈ ഡ്യൂട്ടിയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളത്. ഈ രണ്ട് സമയങ്ങളിൽ ഊതുക, സൂറന്ന കാഹളം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, ഈ രണ്ട് സമയത്താണ് ഡ്യൂട്ടി ഉള്ളത് എങ്കിൽ പോലും എല്ലാ സമയത്തും ഈ മലക്ക് ജാഗ്രതയിലാണ്. ഉറക്കമില്ല മലക്കുകൾക്ക്, ഊണില്ല, തളർച്ചയില്ല, ക്ഷീണമില്ല. അല്ലാഹു ഏൽപ്പിച്ചതെന്തോ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അത് അനുസരിക്കുക മാത്രം ബാധ്യതയുള്ളവരാണവർ. ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല. അതുകൊണ്ട് മലക്കളുടെ കൂട്ടത്തിൽ പാപികളില്ല. ആ സൂറന്ന കാഹളം ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം ലോകാവസാനം അതെപ്പോഴാ സംഭവിക്കുക ആർക്കും അറിയില്ല. ലോകാവസാനം എപ്പോഴാ സംഭവിക്കുക അതാർക്കും അറിയില്ല. ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക എന്ന് ലോകത്തൊരാൾക്കും അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ചോദിക്കുന്നു, മുഹമ്മദേ നീ പറയുന്നു ഈ ലോകത്തിൽ ഒരു അന്ത്യം വരാനുണ്ട് എന്ന്, അതിനുശേഷം രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നും നീ പറയുന്നു. എപ്പോഴാണ്? നീ പറ മുഹമ്മദേ, ഈ ലോകത്തിന്റെ അന്ത്യം എപ്പോഴാണ് എന്ന് നീ പറ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടി എന്താ? യസ്അലൂനക അനിസ് സഅതി അയ്യാന മുർസാഹാ ഫീമാ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ. മുഹമ്മദേ, നിന്നോട് അവർ ചോദിക്കുന്നുണ്ട് അല്ലേ, ലോകാവസാനം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നിന്നോട് അവർ ചോദിക്കുന്നുണ്ട് അല്ലേ. എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവ് നിനക്കുള്ളത്? നീ പറഞ്ഞു കൊടുക്കണം. അതിന്റെ കലാശം, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അല്ലാഹുവിനാണ് എന്ന് നബിയെ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അറിയില്ല, ഒരു മലക്കിനും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല, മുത്തനബിക്ക് പോലും അറിയില്ല. പോട്ടെ, ഈ സൂറന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുണ്ടല്ലോ, ആ മലക്കിന് പോലും അറിയില്ല. കാരണം ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ചിരിക്കാൻ, വിഷമിച്ചിരിക്കുന്ന സമയത്ത്
സഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ ഒരു സന്തോഷം താങ്കളുടെ മുഖത്ത് കാണാത്തത്? എന്താണ്, ഒരു ദുഃഖമാണല്ലോ താങ്കളുടെ മുഖത്ത് കാണുന്നത്, എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, കൈഫ അൻഅം, ഞാൻ എങ്ങനെയാണല്ലോ സന്തോഷിക്കുക, ഞാൻ എങ്ങനെയാണല്ലോ ആഹ്ലാദിക്കുക. തഖദിൽ തഖമ സാഹിബുൽ ഖർനിൽ ഖർന, ലാസൂറന്ന കാഹളം, ആ കാഹളത്തിൽ ഊതാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കാഹളം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതാൻ വേണ്ടി പറഞ്ഞാൽ ആ സെക്കൻഡിൽ, ആ നിമിഷത്തിൽ ഊതാൻ വേണ്ടി നെറ്റികൾ ചുളിച്ചു പിടിച്ചിരിക്കുകയാണ്, നെറ്റികൾ ചുളിച്ചു പിടിച്ചിരിക്കുകയാണ്, കാതുകൾ കൂർപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്, രണ്ട് കണ്ണുകളും അർശിന്റെ നേരെ നാട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി 1400-500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് പഠിപ്പിക്കുകയാണ്, റസൂലുള്ള പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കഅന്ന ഐനൈനി കൗകബാനി ദറിയാൻ. റസൂലുള്ളാഹിന്റെ കാലത്ത് പഠിപ്പിക്കുകയാണ്, അതാ മലക്ക് നോക്കി അർശിന്റെ നേരെ നാട്ടി വെച്ചിട്ട് രണ്ട് കണ്ണുകളും ജ്വലിക്കുന്ന നക്ഷത്രത്തെ പോലെ ആയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സൂറത്തു സുമർ 68-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വനഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് സുമ്മ നഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. രണ്ട് തവണ ഊതുന്ന ആ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ 68-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത്. വനഫിഖ ഫിസ്സൂർ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊതൂദിയാൽ ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബോധം കെട്ടുപോകും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരൊഴികെ. സുമ്മ നഫിഖ ഫീഹി ഉഖ്റാ, രണ്ടാമത് ഊതുന്നു, ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. രണ്ടാമത്തെ ഊതൂതി കഴിഞ്ഞാൽ എല്ലാവരും ഇതാ എഴുന്നേറ്റ് പോവുകയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എല്ലാവരും എഴുന്നേറ്റ് പോകുമെന്ന് സൂറത്തു സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് സൂറുന്ന കാഹളത്തിൽ ഊതുക എന്നുള്ളത്. അടുത്തൊരു മലക്കാണ് മലക്കുൽ മൗത്ത്. ആ മലക്കുൽ മൗത്തിന്റെ പേര് കൃത്യമായിട്ട് ഖുർആനില്ല, ഹദീസില്ല, നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പല രൂപത്തിലുള്ള പേരുകളും ആളുകൾ പറയുന്നുണ്ട് എന്നതല്ലാതെ, വഴികേടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ചില പണ്ഡിത പുരോഹിതന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നതല്ലാതെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. റൂഹിനെ പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മനുഷ്യനെ മരിപ്പിക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് ആരാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടില്ല. നമുക്ക് ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ, അല്ലാഹു നിശ്ചയിച്ച സമയം എപ്പോഴാ? നമുക്ക് അല്ലാഹു മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ 4-ാം മാസമാകുമ്പോൾ അവിടേക്ക് വരുന്നു. ആര് വരുന്നു? ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നു, നമ്മളുടെ ശരീരത്തിലേക്ക് ഊതുന്നു, നമുക്ക് റൂഹിനെ പ്രവേശിപ്പിക്കുന്നു, നമുക്ക് ജീവൻ ഉണ്ടാകുന്നു. 4-ാം മാസം നമുക്ക് ജീവൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവൻ നൽകുന്ന അതേ നിമിഷത്തിൽ നാം എന്നും മരിക്കുമെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എപ്പോഴാണ് മരിക്കേണ്ടത്? ആ സമയമെത്തിയാൽ ഒരൽപ്പം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിപ്പിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തിന്റെ മുമ്പായിട്ട് നമ്മളെ മരിപ്പിക്കുകയില്ല, ശേഷവും നമ്മളെ മരിപ്പിക്കുകയില്ല. ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത്, ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. എപ്പോൾ മരിക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ മലക്കുൽ മൗത്ത് വന്നിട്ട് അവന്റെ റൂഹിനെ പിടിക്കുമ്പോ കുറ്റവാളിയായ മനുഷ്യൻ പറഞ്ഞു നോക്കും, ഞാൻ പരലോകത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അല്ലാ, അതുകൊണ്ട് നീ എന്നെ മരിപ്പിക്കല്ല അല്ലാ,
എന്നെ നീ മരിപ്പിക്കല്ല അല്ലാ എന്ന് അവൻ അപേക്ഷിച്ചു നോക്കും. പക്ഷേ ഇല്ലട്ടോ, ഒരു സെക്കൻഡ് പോലും അവന് വൈകിപ്പിക്കുകയില്ല. അവന്റെ റൂഹിനെ പിടിക്കും. അവനിതാ ഒരു പിന്നെ ബർസഖിയായ ഒരു ലോകത്തിലേക്ക്, അഥവാ പരലോകത്തിന് മുമ്പുള്ള ബർസഖിയായ ലോകത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു എന്ന് സൂറത്ത് മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ജുമഅയിലൂടെ പഠിപ്പിക്കുന്നു, അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ അന്ന് രേഖപ്പെടുത്തിയല്ലോ, ജീവൻ നൽകുന്ന ആ സമയത്ത് രേഖപ്പെടുത്തിയല്ലോ നമ്മൾ അജല്. ആ സമയമെത്തിയാൽ ഒട്ടും വൈകിപ്പിക്കുകയില്ല. നമ്മുടെ റൂഹിനെ പിടിച്ച് നമ്മുടെ മലക്കുകൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളെ പഠിപ്പിച്ചു. ആ വരവിനെ കുറിച്ച്, മലക്കുകളുടെ ഇറക്കത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയായ ഒരു സഹാബിയുടെ ഖബറിന്റെ അടുക്കലിരുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സഹാബി മരിച്ചു, ഒരു അൻസാരിയായ ഒരു സഹാബി മരിച്ചു. അങ്ങനെ പിന്നെ മരണത്തിനു ശേഷമുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലേക്ക് പോയപ്പോൾ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഖബറിന്റെ പണി പൂർത്തിയാകാതെ കണ്ടപ്പോൾ മണ്ണിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരുന്നു, അല്ലേ? ആ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരുന്നു. അവർക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് എന്തോ പറയാനുണ്ട്, ഞങ്ങൾ ഉപദേശിക്കാനുണ്ട് എന്ന് മനസ്സിലായി. അവരെങ്ങനെയാ ഇരിക്കുന്നത്? ആ ഹദീസിൽ കാണാം, നമ്മുടെ തോളിൽ ഒരു പക്ഷിക്കുഞ്ഞ് വന്നിരുന്നാൽ, നമ്മുടെ തോളിൽ ഒരു പക്ഷിക്കുഞ്ഞ് വന്നിരുന്നാൽ നാം ആ സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ വേണ്ടി അനങ്ങാതെ നിശ്ചലമായി നമ്മൾ ഇരിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ അനങ്ങാതെ ശ്രദ്ധയോടുകൂടി അവർ ഇരിക്കുകയാണ്. മുത്തുനബി തല താഴ്ത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു വടിക്കഷ്ണമുണ്ട്. ആ വടിക്കഷ്ണം കൊണ്ട് മണ്ണിലിങ്ങനെ വരയ്ക്കുകയാണ്. മണ്ണിലിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചിട്ട് തന്റെ തല ഉയർത്തിയിട്ട് സഹാബത്തിനോട് ആദ്യം പറഞ്ഞത്, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ. നിങ്ങൾ തീർച്ചയായിട്ടും ഖബറിന്റെ ശിക്ഷ ഭയാനകരമാണ്, ഖബറിന്റെ ശിക്ഷ ഭയാനകരമാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അല്ലാഹുവിനോട് സദാസമയം നിങ്ങൾ കാവലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണേ. സദാസമയം നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണേ. സഹാബത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഇല്ലാത്തൊരു കരച്ചില്, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഇല്ലാത്തൊരു കരച്ചില്, അവർ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ഹദീസുകളിൽ കാണാം. എന്തേ കാരണം? അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടമാണ് ഖബർ. ഒന്നാമത്തെ കവാടം, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടം ഖബറാണ്. ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടുവോ, പിന്നീട് അവൻ പരാജയപ്പെട്ടത് തന്നെ. ഖബറിൽ പരാജയപ്പെട്ടവൻ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. ഖബറിൽ ആരാണോ രക്ഷപ്പെട്ടത്, ഖബറിൽ ആരാണോ രക്ഷപ്പെട്ടത്, അവൻ പരലോകത്ത് രക്ഷപ്പെട്ടവനാണ്. ഖബറിൽ രക്ഷപ്പെട്ടവൻ ഒരിക്കലും പരലോകത്ത് പരാജയപ്പെടുകയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ഖൗഫായിരുന്നു, ഭയമായിരുന്നു, അവർ കരയുമായിരുന്നു എന്നവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂൽ പറയുക, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി സദാസമയം അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ ബീദുൽ വുജൂഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ വിശ്വസിച്ച, ഈ രൂപത്തിൽ അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിനും വിശ്വസിച്ച് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛകള്, താല്പര്യങ്ങള് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒരു ജീവിച്ചൊരു മുഅ്മിനായ മനുഷ്യൻ, അവന് മരിക്കാനുള്ള സമയമായി. മരിക്കാനുള്ള സമയമായപ്പോ നസല ഇലൈഹി മലായികത്തുൻ ബീദുൽ വുജൂഹ്, വെളുത്ത മുഖത്തോടുകൂടി
വെളുത്ത മുഖത്തോടുകൂടി ഒരുപാട് മലക്കുകൾ ഇതാ ഇറങ്ങി വരുന്നു. ഒരുപാട് മലക്കുകൾ വെളുത്ത മുഖത്തോടുകൂടി അവന്റെ അടുക്കലേക്ക് വരികയാണ്. സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുന്ന മുഖമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള പുതപ്പുമായിട്ടാണ് വന്നത്. സ്വർഗത്തിൽ നിന്നുള്ള അത്തറുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എല്ലാ മലക്കുകളും വന്ന് ഹാജരായി. എവിടെ നോക്കിയാലും ഈ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചുറ്റുഭാഗത്തൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ കരയുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെ മരണത്തോട് ഇങ്ങനെ മല്ലിടാൻ അല്ലെ, ആ സമയമായി മരിക്കാനുള്ള സമയമായി മലക്കുകൾ ഇറങ്ങി വന്നു. ഇവൻ ഈ മരിക്കുന്നവൻ, ഈ മരിക്കാൻ പോകുന്നവൻ, അവൻ എവിടെ നോക്കിയാലും ഈ മലക്കുകൾ മാത്രമായിരിക്കും അവൻ കാണുക. ഈ വെളുത്ത മുഖത്തോടു കൂടി വന്ന മലക്കുകൾ, ഈ മലക്കുകൾ മുഴുവൻ ഹാജരായാൽ റസൂലുള്ളാഹി പറയുകയാണ്, മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ മലക്കുകളും ഹാജരായാൽ, ഇതാ ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടവർ മുഴുവൻ വന്നാൽ അവസാനം മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെയും ആ ഹദീസിലും ഉള്ളത് മലക്കുൽ മൗത്ത് എന്നാണ്. അസ്രായിൽ എന്ന പേര് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല, അതുപോലെ തന്നെ ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ പിൽക്കാലത്ത് ആരോ കൊണ്ടുവന്ന പേരുകളാണ്, അതല്ലെങ്കിൽ ദുർബലമായ ഹദീസുകളിൽ നിന്ന് വന്നിട്ടുള്ള പേരുകളാണ്. മുത്തനബി പഠിപ്പിച്ചിട്ടില്ല. ഇതാ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഹാജരായി അവന്റെ തലഭാഗത്തിരിക്കുന്നു. അവനോട് മന്ത്രിക്കുന്നു, നിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നിന്റെ ജീവിതത്തിൽ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, മടങ്ങിക്കോ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങിക്കോ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദനകളില്ല, പ്രയാസങ്ങളില്ല. ഒരു പൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ, ഒരു പൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ അവന്റെ റൂഹിനെ പിടിച്ചെടുത്ത് സ്വർഗത്തിൽ നിന്നുള്ള പുതപ്പിലേക്ക് വെക്കും. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പിലേക്ക് വെക്കും. ഒരൽപ്പം അത്തറ് പൂശിക്കൊടുക്കും. ലോകത്ത് അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ കസ്തൂരിയുടെ മണം ആ ആത്മാവ്, ആ റൂഹ് അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ കൊണ്ടുപോകുന്നു. യസ്അദൂന ബിഹാ, യസ്അദൂന ബിഹാ, ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. ഈ മുഅ്മിനിന്റെ ആത്മാവുമായിട്ട് ആകാശത്തിന്റെ കവാടങ്ങളിലെത്തുന്നു. ഒന്നാം ആകാശത്തെത്തി. ആ കാമ്പിൻ ആകാശത്തിന്റെ കാവൽക്കാര് മലക്കുകൾ, അവിടെ ഡ്യൂട്ടിയുള്ളവർ ചോദിക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, മലക്കുകൾ എത്രയാ നമുക്കറിയില്ല. 4 വിരലിന്റെ വ്യത്യാസമല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആകാശലോകങ്ങളിൽ മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മഅമൂറിലേക്ക് ഒരു മലക്ക് ഒരു തവണ പ്രവേശിച്ചാൽ രണ്ടാമത് പ്രവേശിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസങ്ങളിലും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയില്ല എണ്ണം എത്രയാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല, നമുക്കറിയില്ല. അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ വേറൊന്നും നമുക്കറിയില്ല. ഈ മലക്കുകൾ ഉയർന്നു പോയപ്പോ ആകാശ ലോകത്തുള്ള മലക്കുകൾ ചോദിക്കുകയാണ്, ഈ നല്ല മണം വരുത്തുന്ന ആത്മാവ് ആരുടേതാണ്? ഫുലാനുബിനും ഫുലാൻ, ഇത് ഇന്നാളുടെ മകൻ ഇന്നയാളാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. ആകാശത്തിന്റെ കവാടം അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. 7 കവാടങ്ങളും കഴിഞ്ഞു പോകുന്നു. 7 കവാടങ്ങളും കഴിഞ്ഞു പോകുന്നു. 7 ആകാശങ്ങളും കഴിഞ്ഞു പോയി അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവർ, മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഹ്സിനീങ്ങൾ, അവരുടെ നാമങ്ങൾ മാത്രമേ ആ ഗ്രന്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ആ മലക്കുൽ മൗത്തിന്റെ ഡ്യൂട്ടി. റൂഹിനെ പിടിച്ച് അത് കൊണ്ടുപോകുന്ന മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് മലക്കുൽ മൗത്തിന്റെ ഡ്യൂട്ടി. അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ള വീണ്ടും വിശദീകരിച്ചു, ഇന്നൽ അബ്ദൽ കാഫിറ, ഒരു കാഫിറായ മനുഷ്യൻ, അല്ലാഹുവിനെ മറന്നവൻ, അല്ലാഹുവിനെ അവഗണിച്ചവൻ, അങ്ങനെ സത്യനിഷേധിയായി ജീവിച്ച മനുഷ്യൻ മരിക്കാനുള്ള സമയമായപ്പോൾ നസല ഇലൈഹി മലായികത്തുൻ സൂദുൽ വുജൂഹ്, കറുത്ത മുഖത്തോടുകൂടിയാണ് ഈ മലക്കുകൾ വന്നിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഭയാനകരമായ രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും ഈ മലക്കുകൾ മാത്രമാണ് കാണുക. ഈ കറുത്ത മുഖത്തോടുകൂടി വന്നിട്ടുള്ള ഈ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള മലക്കുകൾ മാത്രമാണ്. ഈ നരകത്തിൽ നിന്നുള്ള പുതപ്പുമായി, നരകത്തിൽ നിന്നുള്ള അത്തറുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഈ മലക്കുകൾ മുഴുവൻ ഹാജരായാൽ അവസാനം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് വന്നിട്ട് അവന്റെ തലഭാഗത്തിരിക്കുകയാണ്. അവനോട് പറയുന്നു, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളിബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് വാടോ, അല്ലാഹുവിന്റെ വെറുപ്പിലേക്ക് വാടോ എന്ന് പറഞ്ഞ് അവൻ അഭിസംബോധനം ചെയ്യുകയാണ്. അവന്റെ റൂഹ് പുറത്തേക്ക് വരുന്നില്ല, കാഫിറിന്റെ റൂഹ് പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ കാഫിറാണെങ്കിൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഇതാണ് മരണത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ജീവിതത്തിൽ നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മുത്തുനബിയുടെ ജീവിത മാതൃക സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. സഹാബത്ത് ഏതൊരു ജീവിതമാണോ കാണിച്ചു തന്നത് ആ ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെയുള്ള സമയങ്ങളിൽ അല്ലാഹുവിനെ മറക്കുന്ന ഒരു സമയം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് മുഴുകിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മലക്കുൽ മൗത്ത് അവനോട് പറയുന്നു, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളിബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് വാ. നിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹു വെറുത്തിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ ശാപത്തിലേക്ക് വാടോ. ഈ മലക്കിനെ കാണുമ്പോ, ഈ മലക്കിന്റെ അഭിസംബോധനം കേൾക്കുമ്പോ അവന് മനസ്സിലായി, ഇപ്പം മരിച്ചാൽ ശരിയാവില്ല, പരലോകം എനിക്ക് നഷ്ടമാകുമെന്ന് അവന് ബോധ്യപ്പെട്ടപ്പോൾ അവന്റെ റൂഹ് പുറത്തേക്ക് വരാതെ അവന്റെ ഉള്ളിലേക്ക് തന്നെ വലിയുകയാണ്. അവന്റെ റൂഹ് പുറത്തേക്ക് വരുന്നില്ല, അവന്റെ റൂഹ് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ വലിയുകയാണ്. മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കെ ഗർജിക്കും, റൂഹ് പുറത്തേക്ക് വരുന്നില്ല. ബാസിത്തു ഐദീഹിം, ശക്തമായ കരങ്ങൾ കൊണ്ട് ആഞ്ഞു വീശും, ഇല്ല, റൂഹ് പുറത്തേക്ക് വരുന്നില്ല. അവസാനം ഖുർആൻ പഠിപ്പിച്ചു, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവന്റെ മുഖത്തും അവന്റെ പുറത്തുമെല്ലാം ശരീരമാസകലം ആഞ്ഞടിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ പിടിച്ചെടുക്കും. ഏതുപോലെ ഒരു പഞ്ഞിക്കട്ടിൽ നിന്നും മുള്ള് വലിച്ചൂരുന്നത് പോലെ അവന്റെ റൂഹിനെ പിടിച്ചെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. മലക്കുകൾ ഉയരുകയാണ്. യസ്അലൂന ബിഹാ, ആകാശത്തിന്റെ കവാടത്തിലേക്ക് എത്തുമ്പോ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാര് ചോദിക്കുന്നു, ഈ വൃത്തികെട്ട ആത്മാവ് ആരുടേതാണ്? ഇല്ല, അവന് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കുന്നില്ല, ആകാശത്തേക്ക് അവൻക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു ഒട്ടകം ഒരു സൂചിയുടെ ഓട്ടയിലൂടെ എന്നാണോ പ്രവേശിക്കുന്നത്? ഒരു സൂചിയുണ്ടല്ലോ, നമ്മൾ വസ്ത്രത്തിന്റെ കുടുക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന, കീറിയ ഭാഗം തുന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചിയുണ്ടല്ലോ, ആ സൂചിയുടെ ഓട്ടയിലൂടെ നൂല് പ്രവേശിക്കുന്നത് പോലെ, പ്രവേശിപ്പിക്കുന്നത് പോലെ ആ സൂചിയുടെ ഓട്ടയിലൂടെ എന്നാണോ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത്, അന്ന് വരെ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളും അവർക്ക് തുറന്നു കൊടുക്കുകയില്ല. അഥവാ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നന്ദികേട് കാട്ടിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്, അല്ലാഹു അവരെ പുച്ഛിക്കുകയാണ്. ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒരിക്കലും ഒട്ടകം പ്രവേശിക്കില്ലല്ലോ, അതുപോലെ ആകാശത്തിന്റെയും സ്വർഗത്തിന്റെയും കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്ക്, നമ്മളെല്ലാം ഏതു രൂപത്തിൽ മരിക്കണം, ഏതു രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയണം, എങ്ങനെ അല്ലാഹനെ കണ്ടുമുട്ടണം, എങ്ങനെയായിരിക്കണം ബർസഖിയായ ലോകം, അതിന് നമുക്ക് അവസരമുണ്ട്. ചിന്തിക്കാനുള്ള സമയം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ളത്. ഇപ്പത്തെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇപ്പത്തെ നമ്മുടെ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് എന്നെ കുറിച്ച് അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാം. എനിക്ക് എന്റെ ജീവിതം എന്താണ്,
നിങ്ങൾ കാണുന്നത് പോലെയല്ല എൻ്റെ ജീവിതം, അല്ലെ? ഞാൻ ആരാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്നത് പോലെയല്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് അറിയുന്നത് പോലെയല്ല നിങ്ങളുടെ ജീവിതം. എല്ലാവരുടെ ജീവിതം വ്യത്യസ്തമാണ്. ഒരാൾക്കും അറിയാത്ത ഒരു ജീവിതമുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ആരാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ രഹസ്യം എന്താണ്, പരസ്യം എന്താണ് എന്ന് നമുക്കറിയാം. അത് ലോകത്ത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹുവിന് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നത് പോലെ തന്നെ നമുക്കും അറിയാം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് വേറൊരാൾക്കും അറിയില്ല. നമ്മുടെ ഇണക്കറിയില്ല, തുണക്കറിയില്ല, മക്കൾക്കറിയില്ല, മാതാപിതാക്കൾക്കറിയില്ല. നമ്മുടെ രഹസ്യം പരസ്യം അത് നമുക്കറിയാം. അതുകൊണ്ട് ചിന്തിക്ക്, ഞാൻ ആരാ, നമ്മളാരാ ഒന്ന് ചിന്തിക്ക്. ഞാൻ ആരാണ് എന്ന്. ഒരു സമയം അല്ലാഹു ഇഷ്ടപ്പെട്ട ഭവനത്തിലാണല്ലോ നമ്മൾ. നിസ്കരിക്കുന്നുണ്ടോ? നമ്മൾ ധർമ്മം ചെയ്യുന്നുണ്ടോ? നമ്മൾ നോമ്പെടുക്കുന്നുണ്ടോ? നമ്മൾ ദഅവത്ത് ചെയ്യുന്നുണ്ടോ? അല്ലാഹുവിന്റെ ദീന് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? പണിയെടുക്കുന്നുണ്ടോ സ്വർഗത്തിനു വേണ്ടി? അതല്ല കാപട്യമാണോ, നിഫാഖാണോ, കപടനാണോ? ഞാനൊന്ന് ചിന്തിക്ക്. ഒരു വേളൊന്ന് ചിന്തിക്ക്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിച്ച്, വെള്ളവസ്ത്രം ധരിച്ച്, നീണ്ട താടിയും വെച്ച്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചിട്ട്, ഇസ്ലാമിന്റെ വേഷഭൂഷാദികൾ സ്വീകരിച്ചിട്ട്, എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിഫാഖ് വെച്ചുകൊണ്ട് കപടനായി ജീവിക്കുകയാണോ? കർമ്മങ്ങളൊന്നുമില്ല, അല്ലാഹുവിന്റെ നിയമങ്ങളില്ല, നിർദ്ദേശങ്ങളില്ല. ഒരു വേള നമ്മളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് തിരുത്താൻ ഇനിയും സമയമായിട്ടുണ്ട്. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല. എപ്പോഴായി മലക്കുൽ മൗത്ത് വരാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാ വരാൻ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ അയൽപ്പക്കത്ത് വന്നിട്ടുണ്ട് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. അല്ല, അയൽപ്പക്കത്തല്ല, നമ്മുടെ വീട്ടിൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മാന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ വാപ്പാന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അല്ലെ, പലരുടെയും റൂഹിനെ കൊണ്ടുപോകാൻ, നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ആ മലക്കുൽ മൗത്ത് എന്റെ ചാരത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട്, ഒരു നിമിഷമുണ്ട് എന്ന് നമ്മൾ ഓർക്കാതെ പോയത്. അയൽപ്പക്കത്തൊരു കള്ളം വന്നാല് നമുക്ക് രണ്ടു ദിവസം ഉറക്കുണ്ടാവില്ല, അല്ലെ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ എഴുന്നേറ്റ് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? വാതില് കുറ്റിയിട്ടിട്ടുണ്ടോ? ആൾ വീണ്ടും നോക്കും. ജനാല കുറ്റിയിട്ടുണ്ടോ? വീണ്ടും നോക്കും, അല്ലെ? എന്താ കാരണം? അയൽപ്പക്കത്ത് വന്ന കള്ളൻ എന്റെ വീട്ടിലേക്ക് വരുമോ എന്നൊരു പേടിയാ. എന്തേ മലക്കുൽ മൗത്തിനെ കുറിച്ച് ഈ ഒരു പേടി നമുക്കില്ലാത്തത്? നമ്മുടെ ഉമ്മാനെ കൊണ്ടുപോയല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. ബർസഖിയായ ലോകം വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ മാതാപിതാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെല്ലാം ഈ ദുനിയാവിൽ കുടുംബമായി ജീവിച്ചതുപോലെ അല്ലാഹുവിന്റെ ലോകത്ത്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ അയൽപ്പക്കത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്ന ഈ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം നമ്മുടെ അടുക്കലേക്കും വരും. എപ്പോഴാ വരാ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കാത്തിരിക്കണം, ഒരുങ്ങണം. നമ്മളെല്ലാം മരണത്തിനു വേണ്ടി അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ നോട്ടങ്ങൾ, അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ കേൾവികൾ, അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ സംസാരങ്ങൾ, അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ നടത്തങ്ങൾ, അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. എല്ലാം അല്ലാഹു ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് ലഭിക്കണം. മന്നാഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ മരിക്കുമ്പോ അവന്റെ നാവിലൂടെ വരുന്ന അവസാനത്തെ വാക്ക്, എത്രയെത്ര വാക്കുകളാ നമ്മുടെ നാവിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ ദിനം പ്രതി എത്ര 100,000 വാക്കുകൾ, കോടിക്കണക്കിന് വാക്കുകൾ. ഈ ഒരു മണിക്കൂറിനുള്ളിൽ എത്രയെത്ര വാക്കുകൾ എന്റെ നാവിലൂടെ വന്നു. കോടിക്കണക്കിന് വാക്കുകൾ നമ്മളെല്ലാം സംസാരിക്കുമ്പോ അവസാനത്തെ അക്ഷരം, അവസാനത്തെ വാക്ക് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലിയാൽ മൻ ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് തസ്ദീഖൻ ബിഖൽബി ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു മലക്കാണ് കിറാമൻ കാത്തിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എഴുതി രേഖപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള 2 മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എത്ര കൃത്യമായിട്ടാണ് സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ 2 തോളിലും 2 മലക്കുകളുണ്ട്. വലത്തെ തോളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടത്തെ തോളിലും ഒരു മലക്കിരിക്കുന്നുണ്ട്. എന്താ അവരുടെ ഡ്യൂട്ടി? നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുക, നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവർ കൃത്യമായി രേഖപ്പെടുത്തും. ഇവർ രേഖപ്പെടുത്താതെ ഇവർക്ക് ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല. ഇതാണ് ഡ്യൂട്ടി. എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഓരോ മലക്കുകളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. കിറാമൻ കാത്തിബീൻ. അവർ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, യതആകബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. രാത്രിയിലും പകലിലുമെല്ലാം നിങ്ങളിൽ മാറി മാറി മലക്കുകൾ നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. മാറി മാറി മലക്കുകൾ 100,000 ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് മലക്കുകൾ കാവൽ നിൽക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വിട്ടുപോവുകയില്ല. അതാണല്ലോ കുറ്റവാളിയായ മനുഷ്യൻ ഈ ഗ്രന്ഥം, ഈ മലക്കുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവൻ ഇടത്തെ കയ്യിൽ ഇങ്ങനെ വാങ്ങും. ഇടത്തെ കയ്യിൽ ഇങ്ങനെ വാങ്ങിയിട്ട് അവൻ വായിച്ചു നോക്കുകയാണ്. അവൻ വായിച്ചു നോക്കിയിട്ട് പറയും, മാലിഹാദൽ കിതാബ്, ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാഹ്. ഞാൻ നിസ്സാരമായി കണ്ടത്, ഞാൻ നിസ്സാരമായി വിചാരിച്ചത്, രാത്രിയുടെ ഇരുട്ടിൽ ഞാൻ ചെയ്ത പ്രവർത്തനം ആരും കണ്ടിട്ടില്ലല്ലോ, ആരും മറന്നിട്ടില്ലല്ലോ എന്ന ചിന്തയോടെ ഞാൻ ചെയ്തു വെച്ച ചെറുതും വലുതുമായ എല്ലാം ഈ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുപോകാതെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മാലിഹാദൽ കിതാബ്, ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് കുറ്റവാളി ഈ ഗ്രന്ഥം വായിച്ചു നോക്കി നാളെ വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപദേശമാണ് അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണ് എങ്കിലും, ഏത് കോണിലാണ് എങ്കിലും, ആകാശത്തിന്റെ എവിടെയാകട്ടെ, ഭൂമിയുടെ എവിടെയാകട്ടെ, ഏത് പാറക്കുള്ളിലാണ് എങ്കിലും, ഏത് പാറക്കുള്ളിൽ പോയി നീ ഒളിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. കൃത്യമായി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ നിഫാഖ്, നമ്മുടെ കപടത, നമ്മുടെ കുഫർ, സത്യനിഷേധ. അതുപോലെ തന്നെ നമ്മൾ മൊബൈലിലൂടെ കണ്ടത്, നമ്മൾ വിചാരിച്ചു ഡോറിന്റെ കുറ്റി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല അല്ലെ, നമ്മളങ്ങനെ വിചാരിച്ചത്. ഡോറ് കുറ്റിയിട്ടു, ആരും അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ കാണാൻ പാടില്ലാത്ത പലതും കാണുന്നു, കേൾക്കാൻ പാടില്ലാത്ത പലതും നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ വഞ്ചന, ചതി, ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കുക, പലിശ വാങ്ങാൻ കൊടുക്കുക, ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തം ഇങ്ങനെ ചെയ്യുക. നമുക്ക് ബോധമില്ല. ഈ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ജീവിതത്തിൽ ഈ സ്മരണകൾ എന്നും ഉണ്ടാകണം. അല്ലാഹു ഏർപ്പെടുത്തിയ മലക്കുകൾ ഞാൻ ചെയ്ത നന്മകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ ചെയ്ത തിന്മകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ചിന്തയാണ് നന്മകൾ അധികരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആ ചിന്തയാണ് തിന്മയിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ ചായുമ്പോ നമുക്ക് ഓർമ്മ വരണം, അല്ലാ നീ സംവിധാനിച്ച മലക്ക്, എന്റെ ഇടത്തെ തോളിലിരിക്കുന്ന മലക്ക്, ഞാനെങ്ങാനും ഈ പ്രവർത്തനം ചെയ്താൽ അത് രേഖപ്പെടുത്തുമല്ലോ.
നാളെ പരലോകത്ത് എനിക്ക് കാണേണ്ടി വരുമല്ലോ എന്ന ചിന്ത, അത്തരം ചിന്തകളാണ് നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി നന്മയുടെ വഴിയിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത മലക്കാണ് മാലിക്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് മാലിക്? മാലിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അലിഹാ 19 നരകത്തിന് 19 മലക്കുകളാണുള്ളത്. 19 മലക്കുകൾ പിന്നെ കാഫിറായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആര്? അബൂജഹൽ. അബൂജഹൽ ചോദിച്ചു. അലിഹാ 19 എന്ന ആയത്ത് ഇറങ്ങിയപ്പോ 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ചോദിക്കാണ്, മുഹമ്മദേ, നീ പറയുന്ന ഈ നരകത്തിന് ആകെ 19 മലക്കുകളാണുള്ളത്. ഈ 19 എണ്ണത്തെ ഞങ്ങൾക്ക് കുറച്ച് സംഘം ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് അടിച്ച് നിരത്തിയിട്ടിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹരീമിൽ ആയത്ത് ഇറക്കിയത്. അബൂജഹലിന്റെ ഈ ചോദ്യമാണ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആകെ 19 മലക്കുകളാണ് എങ്കിൽ ആ 19 എണ്ണത്തെ അടിച്ചു നിരപ്പാക്കിയിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് അബൂജഹൽ പരിഹസിച്ച് ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിട്ടിട്ട് ആയത്ത് കൊടുത്തത്. എന്താ ആയത്ത്? നേരത്തെ കേട്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد. 19 എണ്ണമാണ് എങ്കിലും അവർ നിസ്സാരക്കാരല്ല, ശക്തന്മാരാണവർ, മല്ലന്മാരാണവർ. ശക്തന്മാരും മല്ലന്മാരുമായ മലക്കുകളാണ് 19 എണ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ചുറ്റും നിർത്തിയിട്ടുള്ളത്. ആ 19 എണ്ണത്തിന് ഒരു നേതാവുണ്ട്. ആ 19 എണ്ണത്തിന് ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരാണ് മാലിക്. ആ നേതാവിന്റെ പേരാണ് മാലിക്. നരകത്തിന്റെ കാവൽക്കാരുടെ നേതാവിന്റെ പേരാണ് മാലിക്. കുറ്റവാളികൾ നരകത്തിന്റെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അല്ലാഹുവിനോട് ആദ്യം അപേക്ഷിക്കുന്നു, റബ്ബേ, നീ ഒന്ന് ഞങ്ങളെ പുറത്താക്കുക അല്ലാഹ്. അഖ്റിജ്നാ, നീ ഞങ്ങളൊന്ന് പുറത്താക്കുക അല്ലാഹ്. ഞങ്ങൾക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. ഈ ചൂട് ഞങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. നിന്റെ ശിക്ഷ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് അല്ലാഹ്. നീ ഒന്ന് ഞങ്ങളെ മോചിപ്പിക്ക. നീ പഠിപ്പിച്ചതുപോലെ ദൃഢവിശ്വാസികളായി ഞങ്ങൾ വിശ്വസിച്ച് പറഞ്ഞതും കേട്ടനുസരിച്ച് ഞങ്ങൾ ജീവിക്കാൻ തയ്യാറാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കർ ഫീഹി മൻ തദക്കർ ഫജാഅകുമുൻ നദീർ ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. ചിന്തിക്കാൻ സമയം തന്നില്ലടോ. എത്ര കാലാ നീ ജീവിച്ചത്? 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം. പലരുടെയും പ്രായം വ്യത്യാസമാണ്. 60 കൊല്ലം, 70 കൊല്ലം, 75 വയസ്സ്, 80 വയസ്സ് വരെ നീ കൊല്ലക്കാലം ഒരുപാട് ജീവിച്ചിട്ട് നീ നന്ദിയുള്ളവനായില്ല. നീ ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. താക്കീതുകാർ നിന്നിലേക്ക് വന്നിരുന്നു. ഒരുപാട് ഖുത്ബകൾ കേട്ടോ, ഒരുപാട് ഉപദേശങ്ങൾ കേട്ടോ, പരിശുദ്ധ ഖുർആനെ നിനക്ക് നൽകി. ഒന്നും നീ ചിന്തിച്ചില്ല. നീ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ താന്തോണിയായി ജീവിച്ചു. അവസാനം കാലങ്ങൾ കഴിഞ്ഞുപോയി. മലദ്ദഹറു വല്ലയ്യാമു വദ്ദുനൂബു ഹാസിലു. മലദ്ദഹറു വല്ലയ്യാമു വദ്ദുനൂബു ഹാസിലു. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ, ഓരോ സെക്കൻഡുകളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ തിന്മകൾ നിന്റെ ജീവിതത്തിൽ അധികരിക്കുന്നു എന്നതല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. അങ്ങനെ നിന്റെ ഹൃദയം അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് നിന്റെ അടുക്കലേക്ക് വന്നു, റൂഹിനെ പിടിച്ചു. ഇപ്പൊ എന്റെ മുമ്പിൽ എന്റെ ശിക്ഷ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫദൂഖൂ, അനുഭവിക്കടോ. ഫദൂഖൂ, ആസ്വദിക്കടോ. ഫമാലിദ്ദാലിമീന മിൻ നസീർ. ഇവിടെ നിന്നെ സഹായിക്കാൻ ഒരുത്തനും ഉണ്ടാവുകയില്ല, ഒരാളും വരികയില്ല. നിന്റെ കൂട്ടുകാരും
നിന്റെ ധിക്കാരങ്ങൾക്ക്, നിന്റെ തോന്നിവാസങ്ങൾക്ക്, സകല ഹറാമുകൾക്കും, സകല തെമ്മാടിത്തരങ്ങൾക്കും നീ പ്രവർത്തിക്കുവാൻ വേണ്ടി നീ കൂട്ടുകൂടിയ കൂട്ടുകാരുണ്ടല്ലോ, ഒരു കൂട്ടുകാരനും ഇവിടെ ഉണ്ടാവുകയില്ല. നിനക്ക് ദുനിയാവിൽ താങ്ങായി നിന്നവർ, നിനക്ക് ദുനിയാവിൽ തണലായി നിന്നവർ ഒരാളും ഇവിടെ ഉണ്ടാവുകയില്ല. ആ സമയത്താണ് കുറ്റവാളി പറയുന്നത്, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നഷ്ടമേ, ഇന്ന ആളുകളെ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടില്ലായിരുന്നേനെ എന്ന് പറഞ്ഞ് മനുഷ്യൻ വിലപിക്കും. അള്ളാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം വീണ്ടും അവർ പറഞ്ഞു നോക്കുകയാണ്. ആരോടാ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റഫിലെ 77-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വനാദൗ വനാദൗ, അവർ വിളിക്കുന്നു, നരകവാസികൾ വിളിക്കുന്നു, നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവർ വിളിക്കുന്നു. വനാദൗ യാ മാലിക് യാ മാലിക്, നരകത്തിന്റെ കാവൽക്കാരായ നേതാവിനെ വിളിക്കുകയാണ്. യാ മാലിക് യഖ്ളി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. ഈ നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ, ലിയഖ്ളി അലൈനാ റബ്ബുക, അതല്ലെങ്കിൽ നീ ഞങ്ങളെ കഥ കഴിപ്പിക്കാൻ, ഒന്ന് മരിപ്പിച്ചു തരാൻ വേണ്ടി പറ. ലിയഖ്ളി അലൈനാ, ഞങ്ങളൊന്ന് മരിപ്പിക്കാൻ പറ മാലിക്. മരിച്ചാൽ ഒരു സമാധാനം അല്ലെ, മരിച്ചാൽ ഇല്ല, മരണമില്ല. സുമ്മ ലാ യമൂതു ഫീഹാ, അവിടെ മരണമില്ല. വലാ യഹ്യ, ജീവിതമില്ല. കാരണം ജീവിതം എന്നുള്ളത് ഒരു സമാധാനമാണ്, സന്തോഷമാണ്. ആ സന്തോഷം, സുഖമൊന്നും നരകത്തിലില്ലോ. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് അവിടെ മരണമില്ല, ജീവിതമില്ല. മരണമില്ല, ജീവിതമില്ലാത്തൊരു ലോകമാണ് നരകം. മാലിക്കിനോട് പറയുന്നു, വനാദൗ യാ മാലിക്, മാലിക്കേ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കേ, ലിയഖ്ളി അലൈനാ റബ്ബുക, നിന്റെ റബ്ബിനോടൊന്ന് പറ, ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ. ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ താമസിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങളെ പാർപ്പിക്കേണ്ട മാകിസൂൻ, നിങ്ങളെ പാർപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അനുഭവിച്ചോ, ആസ്വദിച്ചോ എന്നും മാലിക് നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യമറിയാൻ, ജീവിതത്തിന്റെ അർത്ഥമറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. നരകത്തിനൊരു കാവൽക്കാരൻ ഉള്ളതുപോലെ തന്നെയാണ് നാളെ സ്വർഗത്തിനും കാവൽക്കാരുടെ ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരാണ് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗക്കാർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന, സ്വർഗക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആ മലക്കിനുള്ളത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ മലക്കുകൾ അത് വലിയ പാഠമാകണം. നമുക്ക് വിശാലമായ വിഷയമാണ്, ഒരുപാട് മാസങ്ങൾ വിശദീകരിക്കാനുണ്ട്. ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ദിവസത്തിൽ നിങ്ങളോട് പറയുവാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നാം പഠിക്കുന്ന കാര്യങ്ങൾ, ആ പാഠങ്ങൾ ഓരോന്നും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മനുഷ്യനുമായി ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മലക്ക്, ആദ്യം മുതൽ അവസാനം വരെ. എത്രത്തോളം റസൂൽ പറഞ്ഞു, ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. സൂറത്ത് റഅദിലെ 11-ാമത്തെ ആയത്ത്. നിങ്ങളുടെ എല്ലാ ഭാഗത്തും, നിങ്ങളുടെ മുമ്പിലും പിന്നിലുമെല്ലാം എന്തുണ്ട്? മലക്കുകൾ സദാ സമയമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നലിൽ മലായികതി ഫിൽ അർളി സയ്യാഹീന യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അൻ ഉമ്മത്തി സലാം.